യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഷാലോം പ്രേക്ഷകർക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം കർത്താവിൽ ആശ്രയം വെക്കുക എന്നതിനെ കുറിച്ചാണ്. സങ്കീർത്തനത്തിന്റെ പുസ്തകം 32 അധ്യായം 10 തിരുലിഖിതം. കർത്താവിൽ ആശ്രയം വെക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, കൃപയുടെയും അനുഗ്രഹത്തിന്റെയും ആത്മാവിനെ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ എല്ലാവരുടെ മേലും വർഷിക്കണമേ. ഈ നിമിഷങ്ങളിൽ ഈ തിരുലിഖിതങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും അവിടുത്തെ അരൂപിയാൽ പിതാവേ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ദുഃഖത്തോടെയും വലിയ ഭാരത്തോടുകൂടെയും വലിയ വിഷമത്തോടെയും വചനം ശ്രവിക്കുന്നവർക്ക് ഇപ്പോൾ സൗഖ്യങ്ങൾ നൽകണമേ. ഇപ്പോൾ കൃപ നൽകണമേ. ഇപ്പോൾ അഭിഷേകം നൽകണമേ. മനപ്രയാസങ്ങളെ പരിശുദ്ധാത്മാവെ തൊട്ട് സുഖപ്പെടുത്തണമേ. രോഗികളുടെ മേൽ സൗഖ്യമായി വ്യാപരിക്കണമേ. ആന്തരിക അസ്വസ്ഥതകളുടെ മേൽ സൗഖ്യമായി ഇപ്പോൾ ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവെ അസ്വസ്ഥമായ കുടുംബങ്ങളുടെ മേൽ ശാന്തിയായി സമാധാനമായി അവിടുന്ന് ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കണമേ. അസ്വസ്ഥമായ ഹൃദയങ്ങളും അസ്വസ്ഥമായ മനസ്സുകളും അവിടുന്ന് ഇപ്പോൾ സ്പർശിച്ച് ശാന്തമാക്കണമേ. ദൈവത്തിന്റെ സമാധാനം സകല ഹൃദയങ്ങളിലേക്കും കരകവിഞ്ഞൊഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2006 ജൂൺ മാസത്തിൽ സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടിയ ഒരു ദൈവമകൻ അച്ഛന്റെ അടുത്ത് വന്ന് സന്തോഷത്തോടെ പറഞ്ഞൊരു സംഗതി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ആ വ്യക്തി പറഞ്ഞു, അച്ഛാ, 140 ലക്ഷം ഉറുപ്പിക കടബാധ്യതയുമായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ ആലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിച്ചു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കടബാധ്യതയല്ല. ഒത്തിരി വർഷങ്ങളായി കടം പെരുകി 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 ഇന്ന് 1,40 ലക്ഷം ഉറുപ്പികയുടെ കടബാധ്യതയുമായിട്ടാണ് ഞാൻ കർത്താവിന്റെ അരികിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, 10-11 വർഷമായി എങ്ങനെയെങ്കിലും ഈ കടമൊന്ന് വീട്ടണമെന്ന് ആഗ്രഹിച്ച് എനിക്കുള്ള പ്രോപ്പർട്ടി എല്ലാം വിറ്റ് കടമൊന്ന് വീട്ടാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളെ ഞാൻ കണ്ടു, പല ബന്ധുക്കളെയും സ്വന്തക്കാരെയും ഞാൻ സമീപിച്ചു. എന്നാൽ എനിക്ക് എന്റെ സ്ഥലം വിൽക്കാനോ എന്റെ കടബാധ്യത വീട്ടാനോ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഓരോ വർഷം കഴിയുന്തോറും കടബാധ്യത ഇരച്ചു കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവസാനത്തെ പരിശ്രമ നിലയിൽ ഞാൻ അട്ടപ്പാടി സഗിയോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി വന്നു. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി വന്നപ്പോൾ എന്റെ മനസ്സിൽ മുഴുവൻ ഈ കടബാധിതരുടെ ദുഃഖമായിരുന്നു. ഞാൻ ഈ ആലയത്തിൽ വെച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ ഒരു ബോധ്യം തന്നു. കർത്താവിനെ ആശ്രയിക്കുക. കർത്താവിനെ ആശ്രയിക്കുന്നവരെ കർത്താവ് അറിയുന്നു. ഇത് നാഹൂം പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതമാണ്. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, കർത്താവ് നല്ലവനാണ്, കഷ്ടതയുടെ നാളുകളിൽ അഭയ ദുർഗമാണ്, തന്നെ ആശ്രയിക്കുന്നവരെ കർത്താവ് അറിയുന്നു, തന്നെ ആശ്രയിക്കുന്നവരെ കർത്താവ് അറിയുന്നു. ഈ ദൈവവൈതൽ ഈ വചനം വിശ്വസിച്ചു. എന്റെ ദൈവത്തെ ഞാൻ ആശ്രയിക്കും, എന്റെ ദൈവന്റെ കടബാധ്യത അറിയും. അദ്ദേഹത്തിന് ഒരു ബോധ്യം കിട്ടി. അദ്ദേഹം ആ കടബാധ്യത സമർപ്പിച്ച് ദൈവത്തെ ആരാധിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വ്യക്തി പറയുന്നത് ഇങ്ങനെയാണ്, ധ്യാനം കഴിഞ്ഞു തിരിച്ചു ചെന്നു. വെള്ളിയാഴ്ച 8:30 ഇവിടെ ധ്യാനം തീർന്നു. അദ്ദേഹം പാലായിക്കുള്ള ബസ് കയറി. വൈകുന്നേരം 5:30-6 മണിയോടുകൂടെ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു. ഭവനത്തിലെത്തിയിട്ട് അദ്ദേഹത്തിന് ആദ്യം ലഭിക്കുന്ന ഫോൺ ഒരു ബ്രോക്കറുടെ ഫോണാണ്. ബ്രോക്കർ ചോദിച്ചു, ചേട്ടന്റെ സ്ഥലം വിൽക്കാൻ ഒരു പാർട്ടിയുമായിട്ട് നാളെ ഞാൻ വരട്ടെ.
ഇദ്ദേഹം പറഞ്ഞു, വന്നോളുക. ശനിയാഴ്ച സ്ഥലം വാങ്ങാനുള്ള ആളുമായിട്ട് ബ്രോക്കർ എത്തിച്ചേർന്നു. ആ പാർട്ടിക്ക് സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് 28 ഏക്കറിലധികം വരുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ആ പ്രോപ്പർട്ടി അഡ്വാൻസ് കൊടുത്ത് അവർ ഉറപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വ്യക്തി സന്തോഷത്തോടെ സഹിയോൻ ധ്യാനകേന്ദ്രം എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ശനിയാഴ്ച പ്രോപ്പർട്ടി അഡ്വാൻസ് കൊടുത്ത് അവർ ഉറപ്പിച്ചു. ഞായറാഴ്ചയും ബുധനാഴ്ചയുമായിട്ട് അവർ വന്ന് വലിയൊരു സംഖ്യ പണം ഈ ചേട്ടനെ ഏൽപ്പിച്ചു. ആ ചേട്ടന് കടബാധ്യത വിട്ടാൻ തക്ക വിധം കർത്താവ് ഒരു വാതിൽ തുറന്നു കൊടുത്തു. ആ വലിയ സന്തോഷം രേഖപ്പെടുത്താൻ ബുധനാഴ്ച ഉച്ചയ്ക്ക് തന്നെ ആ വ്യക്തി അട്ടപ്പാടി സഗിയോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് ബസ് കയറി. അദ്ദേഹം ഈ സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ സ്റ്റേജിൽ വന്നിട്ട് ഉറക്കെ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഞാൻ 1,40,00,000 കടബാധ്യതയോടെ ഇവിടെ വന്ന് കർത്താവിനെ ആരാധിച്ചു. ഞാൻ കർത്താവിനെ ആശ്രയിച്ചു. ഈ ആഴ്ച കടബാധ്യത വീട്ടാൻ കർത്താവ് ഇടപെട്ടതിന്റെ സന്തോഷത്തോടെ ഈ ആലയത്തിൽ വന്ന് എന്റെ കർത്താവിനെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ദൈവത്തിന്റെ വചനം ദൈവമക്കൾക്ക് നൽകുന്ന പ്രബോധനം. വചനം 33-ാം സങ്കീർത്തനത്തിൽ 16 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: പടക്കുതിരയെ കൊണ്ട് ജയിക്കാമെന്ന ആശ വ്യർത്ഥമാണ്. അതിന്റെ വലിയ ശക്തി കൊണ്ട് അതിന് രക്ഷിക്കാൻ കഴിയുകയില്ല. സൈന്യ ബാഹുല്യം കൊണ്ട് മാത്രം രാജാവ് രക്ഷ നേടുന്നില്ല. കരുത്തുകൊണ്ട് മാത്രം യോദ്ധാവ് മോചിതനാവുകയില്ല. ഇതാ, തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. ആരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത്? ആരുടെ മേലാണ് കർത്താവിന്റെ അത്ഭുതങ്ങൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തന്നെ ഭയപ്പെടുകയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരെ. കർത്താവിൽ പ്രത്യാശ വെച്ച് കർത്താവിനെ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ, ഒരു ദൈവ മകന്റെ ജീവിതത്തിൽ ദൈവം തന്റെ ശക്തിയെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും കർത്താവിനെ ആശ്രയിക്കണം. എനിക്ക് നിങ്ങൾക്ക് ശക്തി ഉണ്ടാകാം, എനിക്ക് നിങ്ങൾക്കും പണം ഉണ്ടാകാം, എനിക്ക് നിങ്ങൾക്കും ബുദ്ധിശക്തി ഉണ്ടാകാം, എനിക്ക് നിങ്ങൾക്കും സ്വന്തം ബലവും ബന്ധുബലം ഉണ്ടായിരിക്കാം, എനിക്ക് നിങ്ങൾക്കും ഈ ഭൂമിയിൽ പല കാര്യങ്ങളും പല നേട്ടങ്ങളും പല മേന്മകളും ഉണ്ടായിരിക്കാം. എന്നാൽ അതല്ല ഒരു ദൈവ പൈതലിനെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ഒരു ദൈവമകന്റെ ബലം ദൈവത്തിലുള്ള ആശ്രയമാണ്. ദൈവത്തിലുള്ള ആശ്രയമാണ് ഒരു ദൈവമകന്റെ ബലം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് 147-ാം സങ്കീർത്തനത്തിൽ 10-ാമത്തെ വാക്യം പഠിപ്പിക്കുന്നത്: ഓട്ടക്കാരന്റെ ശീഘ്രതയിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല, പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല. തന്നെ ഭയപ്പെടുകയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരിലാണ് അവിടുന്ന് പ്രസാദിക്കുന്നത്. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 11-ാം വാക്യം: ഓട്ടം വേഗമുള്ളവനോ, യുദ്ധം ശക്തിയുള്ളവനോ, അപ്പം ജ്ഞാനിക്കോ, പണം ബുദ്ധിമാനോ, അനുഗ്രഹം സമർത്ഥനോ അല്ല ലഭിച്ചിരിക്കുന്നത് എന്ന് ഞാൻ കണ്ടു. സഭാപ്രസംഗൻ 9:11. സൂര്യന് കീഴെ ഓട്ടം വേഗതയുള്ളവനോ, യുദ്ധം ശക്തിയുള്ളവനോ, അപ്പം ജ്ഞാനിക്കോ, ധനം ബുദ്ധിമാനോ, അനുഗ്രഹം സമർത്ഥനോ അല്ല ലഭിച്ചിരിക്കുന്നത് എന്ന് ഞാൻ കണ്ടു. പിന്നെ ആർക്കാണ് ഇതൊക്കെ ലഭിച്ചിരിക്കുന്നത്? പിന്നെ ആരുടെ മേലാണ് കർത്താവ് ഇതെല്ലാം വർഷിക്കുന്നത്? ദൈവത്തിന്റെ വചനം നൽകുന്ന ഉത്തരം ഒന്നേ ഉള്ളൂ: തന്നെ ആശ്രയിക്കുന്നവരുടെ മേൽ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് 32-ാം സങ്കീർത്തനത്തിലെ 10-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ദൂത് പഠിപ്പിക്കുന്നത്: കർത്താവിനെ ആശ്രയിക്കുന്നവരുടെ മേൽ അവിടുത്തെ സ്നേഹം വലയം ചെയ്യുന്നു. കർത്താവിനെ ആശ്രയിക്കുന്നവരുടെ മേൽ അവിടുത്തെ സ്നേഹം വലയം ചെയ്യുന്നു. ഒരു വ്യക്തി തന്റെ ജീവിതാനുഭവം അച്ഛനുമായി പങ്കുവെച്ചത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ആ വ്യക്തി പറഞ്ഞു: അച്ഛാ, എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഒത്തിരി പട്ടിണി കിടന്ന വ്യക്തിയാണ്. ഒരു നേരം മധുരമിട്ട് ചായ കുടിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത വിധം പട്ടിണിയിലാണ്ടൊരു കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. അന്ന് എന്റെ ബാല്യത്തിൽ എനിക്ക് കിട്ടിയ ചില്ലിക്കാശ് എല്ലാം ഒരുമിച്ച് കൂട്ടി ഞാൻ ഒരു നാൾ ദേവാലയത്തിലേക്ക് പോയി. ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ഈ പണം ദൈവത്തിന് മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു: ദൈവമേ, ഇന്ന് പട്ടിണിയാണ്, ഇന്ന് ദാരിദ്ര്യമാണ്, ഇന്ന് ഞെരുക്കമാണ്, ഇന്ന് ദുരിതമാണ്. എങ്കിലും ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. എനിക്ക് വലുതാവുമ്പം മാസം 2,000 രൂപ ശമ്പളമുള്ള ഒരു ജോലി എനിക്ക് തരണം. പ്രൈസ് ദി ലോർഡ്. ഈ സഹോദരി, ഈ കുഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ആ കുഞ്ഞിന്റെ ദൈവാശ്രയം വിലമതിച്ച്, ദൈവത്തെ ആശ്രയിക്കുന്ന കുഞ്ഞിന്റെ ദൈവാശ്രയ രീതി കർത്താവ് വിലമതിച്ച് ആ കുട്ടി വളർന്നു. അവൾ മിടുക്കിയായി വളർന്നു. അവൾ പഠിച്ചു. അവൾക്ക് ജോലി കിട്ടി. അവള് ഇന്ന് രേഖപ്പെടുത്തി ഇങ്ങനെയാണ്: പ്രതിമാസം 2 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി കൊടുത്ത് കർത്താവ് അവളെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ.
ആ വലിയ സന്തോഷമാണ് ഈ സാക്ഷ്യത്തിലൂടെ ആ കുട്ടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പട്ടിണിയുടെ നാളിൽ, ദുരിതത്തിന്റെ നാളിൽ, ബാല്യത്തിലെ ഞെരുക്കത്തിൽ ഉണ്ടായിരുന്ന ചില്ലിക്കാശ് മുഴുവൻ ദൈവത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ദൈവത്തെ ആശ്രയിച്ചിട്ട് പറഞ്ഞു, ദൈവമേ, എനിക്ക് മുമ്പോട്ട് നോക്കുമ്പോൾ മറ്റൊന്നിലും ആശ്രയം വെക്കാനില്ല, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. എനിക്ക് വലുതാകുമ്പം 2000 രൂപ ശമ്പളമുള്ള ജോലിയെങ്കിലും തരണം. കർത്താവിൽ ആശ്രയിച്ചവരെ കർത്താവ് അറിയുന്നു. നാഹൂം പ്രവാചന പുസ്തകം 1:7 പറയുന്നു, കർത്താവിനെ ആശ്രയിക്കുന്നവരെ കർത്താവ് അറിയുന്നു. അവളുടെ ദുഃഖം കർത്താവ് അറിഞ്ഞു, അവളുടെ പട്ടിണി കർത്താവ് അറിഞ്ഞു, അവളുടെ വേദന കർത്താവ് അറിഞ്ഞു. ആ വേദനയിൽ കർത്താവ് അവളെ ആശ്വസിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതുകൊണ്ടാണ് റോമാലേഖനം 9-ാം അധ്യായം 16-ാം വാക്യം പ്രകാരം പഠിപ്പിക്കുന്നത്, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാണ് ദൈവവചനം ദൈവമക്കൾക്ക് നൽകുന്ന യാഥാർത്ഥ്യം. ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവം എന്ന് അപ്പോസ്തലന്മാർ പരിചയപ്പെടുത്തിയ ദൈവമുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം. ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ദൈവമകൻ പറയേണ്ട ഒരു സംഗതിയാണ് ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം. 91-ാം സങ്കീർത്തനത്തിൽ 1-2 വാക്യങ്ങൾ, സർവശക്തന്റെ സംരക്ഷണമുള്ളവനും അത്യുന്നതന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഞാനും നിങ്ങളും പറയേണ്ടത്? എന്താണ് ദൈവത്തെക്കുറിച്ച് ഞാനും നിങ്ങളും പറയേണ്ടത്? കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നത് പോലെ തന്നെ ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് ദൈവത്തെ നോക്കി പ്രത്യാശയോടുകൂടി എനിക്ക് നിങ്ങൾക്കും പറയാൻ കഴിയണമെന്ന് തിരുലിഖിതങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ എന്തൊക്കെ തന്നെ പ്രശ്നമുണ്ടെങ്കിലും, എന്തൊക്കെ തന്നെ വേദനയുണ്ടെങ്കിലും, എന്തൊക്കെ തന്നെ ഭാരമുണ്ടെങ്കിലും, എന്തൊക്കെ തന്നെ കഷ്ടതയുണ്ടെങ്കിലും ദൈവത്തെ ആശ്രയിക്കണം, ദൈവത്തെ ആശ്രയിക്കണം, ദൈവത്തെ ആശ്രയിക്കണം. ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകും. മടുപ്പ് തോന്നരുത്, ദൈവത്തെ ആശ്രയിക്കണം. കാരണം ദൈവം വാക്ക് തന്നിട്ടുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ 55-ാം അധ്യായം 22-ാം വാക്യം, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്നെ താങ്ങിക്കൊള്ളും. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരമുള്ളവരുണ്ട്, ക്ലേശങ്ങളിൽ നിമിത്തം ദുരിതപ്പെടുന്നവരുണ്ട്, കഷ്ടത നിമിത്തം തകർന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. കർത്താവിനെ ആശ്രയിക്കാൻ പഠിക്കട്ടെ. കർത്താവിനെ ആശ്രയിക്കുവിൻ മക്കളെ. വീണ്ടും ഞാൻ പറയുന്നു, കർത്താവിനെ ആശ്രയിക്കുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ആത്മാവിനെ വീണ്ടും വീണ്ടും ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ തന്നെ സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോയാലും എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ അഭിമാനം കൊള്ളാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. എന്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കും, എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എന്ന് പറഞ്ഞ് കർത്താവിലേക്ക് കരങ്ങൾ ഉയർത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവേ, ഞങ്ങൾ എത്രയോ ദുർബലരാണ്. പിതാവേ, ഞങ്ങൾ എത്രയോ ഭാരപ്പെട്ടവരാണ്. പിതാവേ, ഞങ്ങൾ എത്രയോ കണ്ണുനീരുള്ളവരാണ്. പിതാവേ, ഞങ്ങൾ എത്രയോ തളർച്ചകളും എത്രയോ ദുഃഖങ്ങളും നേരിടുന്നവരാണ്. ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ, അങ്ങേ ആശ്രയിച്ച് ബലപ്പെടാനുള്ള അനുഗ്രഹം തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. എഴുന്നള്ളുന്നേശു രാജാവാൻ, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്നേശു രാജാവാൻ, കർത്താവായി ഭരണം ചെയ്തിടുവാൻ,
ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന ഏവർക്കും സ്വർഗീയമായ അഭിഷേകങ്ങളും സ്വർഗീയമായ ഇടപെടലുകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവം നൽകുന്നു. പിതാവേ, പുത്രനായ യേശു ക്രിസ്തുവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം ഞങ്ങളുടെ മനസ്സുകളിൽ കുടുങ്ങിക്കിടക്കുന്ന തെറ്റായ എല്ലാ ബോധ്യങ്ങളും കാഴ്ചപ്പാടുകളും വിട്ടുപോകട്ടെ. ഞങ്ങളുടെ മനസ്സിന്റെ മണ്ഡലങ്ങളെയും ജീവിതത്തിന്റെ മേഖലകളെയും ഇപ്പോൾ അത്ഭുതകരമായി അവിടുന്ന് അനുഗ്രഹിച്ച് അവിടുത്തെ അത്ഭുതങ്ങളാൽ നിറയ്ക്കണമേ. കുടുംബങ്ങളിൽ അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യണമേ. രോഗികൾക്കായി അവിടുന്ന് അത്ഭുതങ്ങൾ വാരി വിതരണമേ. കടബാധ്യതകളും കുടുംബ പ്രശ്നങ്ങളും സമാധാനം കെട്ടുപോയ അവസ്ഥകളിലും ഇരുന്ന് വലിയ ഭാരത്തോടെ അങ്ങേ വിളിക്കുന്നവരെ അവിടുന്ന് ഇപ്പോൾ കരുണാമസൃണമായി സ്പർശിക്കണമേ. അങ്ങയുടെ കരുണ ലോകം മുഴുവൻ ഇപ്പോൾ അനുഭവിക്കട്ടെ. അങ്ങയുടെ ശക്തിയുടെ സന്തോഷം ലോകം മുഴുവൻ ഇപ്പോൾ അനുഭവിക്കട്ടെ. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ജയാരവങ്ങൾ ഉയരട്ടെ. വിലപിച്ചിരുന്നവരുടെ അധരങ്ങളിൽ കീർത്തനങ്ങൾ ഉയരട്ടെ. ദുഃഖം സന്തോഷമായി മാറട്ടെ. കർത്താവെ, അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ തിന്മകൾ വിട്ടുപോകട്ടെ. അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും ഇപ്പോൾ ഈ പ്രാർത്ഥനയോട് ചേർന്ന് അറിയുന്നവരും അറിയാത്തവരും വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും സകലരും ഇപ്പോൾ ഈ പ്രാർത്ഥനയോട് ചേർന്ന് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് കൈകൾ ഉയർത്തി ഹൃദയം നുറുങ്ങി യേശുവിനെ വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയെ ആശ്രയിക്കുവാൻ, ദൈവത്തെ ആശ്രയിക്കുവാൻ, അങ്ങയെ ആശ്രയിക്കുവാൻ ദൈവമക്കൾക്കായി ഇപ്പോൾ അനുഗ്രഹങ്ങൾ നൽകണമേ. രോഗമുള്ളവർക്ക് വേണ്ടി അങ്ങയുടെ കരങ്ങൾ നീട്ടണമേ കർത്താവേ. ദുഃഖിതർക്ക് വേണ്ടി അങ്ങയുടെ കൈകൾ നീട്ടണമേ കർത്താവേ. ഇന്ന് ഇപ്പോൾ സാമ്പത്തിക പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി അങ്ങയുടെ കൈകൾ നീട്ടി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ, വിശ്വസിക്കാൻ പറ്റാത്തവർ, നിലവിളിക്കാൻ പറ്റാത്തവർ, ഹൃദയം തുറക്കാൻ പറ്റാത്തവർ, വചനത്തെ ആശ്രയിക്കാൻ പറ്റാത്തവർ, ദൈവത്തെ ആശ്രയിക്കാൻ പറ്റാത്തവർക്ക് ഇപ്പോൾ ദൈവത്തിന്റെ കൃപ ലഭിക്കട്ടെ. തിന്മകൾ വിട്ടുപോകട്ടെ. മദ്യപാനികൾ, ചീട്ടുകളിക്കാർ, പലതരത്തിലുള്ള ദുശീലങ്ങളിൽ ഇരിക്കുന്നവർ, ഹൃദയം തകർന്നിരിക്കുന്നവർ, ആരെങ്കിലും എന്നെ സഹായിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവർ, എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഇപ്പോൾ ദൈവത്തിന്റെ ശക്തിയാൽ അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ. വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. എൻ്റെ പേര് മാത്യു. ഞാൻ ഒരു പൾസ് രോഗിയാണ്. എനിക്ക് പാലക്കാട് നിന്നായിരുന്നു ചികിത്സ. എനിക്കൊരു മിനിറ്റില് 30 പൾസ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇന്ന് ഒരു ചേട്ടൻ്റെ ഇന്ന് വാച്ച് മേടിച്ച് ചെക്ക് ചെയ്ത് നോക്കി. എനിക്ക് 78 ഒരു മിനിറ്റിൽ പൾസ് ഉണ്ട്. എനിക്ക് ശ്രീചിത്രയിലേക്ക് എഴുതി തന്നിരിക്കുകയായിരുന്നു. അവിടെ ഇനി അടുത്ത ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താണെങ്കിലും മാർക്ക് കിട്ടി. ഞാൻ ആശുപത്രിയിൽ ഇനി പോയി റിസൾട്ട് മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ അച്ഛൻ്റെ കയ്യിൽ സമർപ്പിക്കുന്നതായിരിക്കും. പേര് നീനു. ഞാനൊരു നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്.
എന്റെ കൈക്ക് ഭയങ്കര വിറയാണ്. സിറിഞ്ചൊക്കെ എടുത്ത് പേഷ്യന്റിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ സിറിഞ്ച് ഇങ്ങനെ കിടന്ന് വിറയ്ക്കാം. അന്നേരം പേഷ്യൻസിന് എന്നെ കാണുമ്പോൾ ഭയങ്കര പേടിയാ. അങ്ങനെ ഞാൻ നാണം കെട്ട അവസ്ഥയിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് എവിടെ ചെന്നാലും അതിന്റെ നാണക്കേടുണ്ടായിരുന്നു, എന്റെ കൈ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നതുകൊണ്ട്. ഇന്നലെ വൈകുന്നേരം എനിക്ക് ശക്തമായ ഇത് സൗഖ്യം ലഭിച്ചെന്ന് എനിക്ക് മനസ്സിലായി. പലതവണ എന്നോട് പരിശുദ്ധാരൂപി പറയുന്ന മാതിരി തോന്നി ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. പക്ഷെ എന്റെ മമ്മിയുണ്ട്, ഡാഡിയുണ്ട്, എന്നെ പഠിപ്പിച്ച സിസ്റ്ററുണ്ട്, നാട്ടുകാരുണ്ട്, നാണക്കേട് കൊണ്ട് പറയാതിരുന്നതാണ്. ക്ഷമിക്കണം. ഇപ്പൊ അതിശക്തമായ പ്രേരണ ഉണ്ടായത് മൂലം ഞാൻ വന്ന് പറഞ്ഞതാണ്. ദൈവത്തിന് നന്ദി. കരങ്ങളടുത്ത് സ്വയമാകത്തപ്പെടുന്നതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സഗിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അട്ടപ്പാടി മലമുകളിൽ പാലക്കാട് രൂപതയുടെ ധ്യാനകേന്ദ്രമായ ഈ സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ എല്ലാ മാസങ്ങളിലും ഫസ്റ്റ് വീക്ക് ഒഴിച്ചുള്ള എല്ലാ ആഴ്ചകളിലും ആന്തരിക സൗഖ്യ ധ്യാനങ്ങൾ നടക്കുന്നു. ഓരോ ധ്യാനത്തിലും 200 പേർക്കുള്ള താമസ സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിൽ കൂടുതൽ ആളുകൾ വന്നാൽ മടക്കി വിടേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ താമസിച്ചുള്ള ധ്യാനങ്ങൾ കൂടുവാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂറായി 50 രൂപ അയച്ച് ധ്യാനം ബുക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ധ്യാനത്തിന്റെ 15 ദിവസം മുമ്പെങ്കിലും നിങ്ങൾ മണി ഓർഡർ അയച്ച് ധ്യാനം ബുക്ക് ചെയ്ത് മണി ഓർഡറിന്റെ മടക്ക രസീത് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരേണ്ടതാണ്. നിങ്ങൾ മണി ഓർഡർ അയക്കുമ്പോൾ നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം മണി ഓർഡറിൽ ഉണ്ടായിരിക്കണം. ഏത് ഡേറ്റിലുള്ള ധ്യാനത്തിലാണ് നിങ്ങൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് കൃത്യമായും മണി ഓർഡർ ഫോമിൽ രേഖപ്പെടുത്തിയിരിക്കണം. നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ ഫോൺ നമ്പറും മണി ഓർഡർ ഫോമിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. മണി ഓർഡർ ഫോമിന്റെ മടക്ക രസീത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ധ്യാനത്തിന് പുറപ്പെടുകയേ ചെയ്യരുത്. ഫോൺ വഴിയുള്ള ബുക്കിംഗ് എടുക്കുന്നതല്ലായിരിക്കും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.